നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിൻ്റർ ട്രാൻസ്ഫർ ജാലകം അവസാന മണിക്കൂറുകളിലൂടെ കടന്നു പോകുമ്പോൾ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കുക സ്വാഭാവികമാണ്. പല ട്രാൻസ്ഫർ വിൻഡോകളുടെയും അവസാന ദിവസം നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പല ഡീലുകളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ കരീം ബെൻസിമയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി അൽ ഹിലാൽ രംഗത്തുണ്ട്, യുവൻറ്റസ് രംഗത്തുണ്ട്. ഈ വാർത്ത ലേക്കിപ്പ് കൊടുക്കുന്നു. നമ്മൾ ഈ വിഷയം നേരത്തെ തന്നെ ലേക്കിപ്പ് പുറത്തുവിട്ട ഉടനെ അന്ന് വാർത്ത ഇതാണ്, അതായത് കരീം ബെൻസിമയും അൽ ഇത്തിഹാദും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന്. അത് പല സുഹൃത്തുക്കളും അത്ര ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. സംഗതി അത്ര സിമ്പിളല്ല. അതായത് കരീം ബെൻസിമ കൊടുത്ത കോൺട്രാക്റ്റ് ഓഫർ അത് ഏതാണ്ട് ഫ്രീ ആയിട്ട് ടീമിനായിട്ട് കളിക്കുന്ന രൂപത്തിലുള്ള ഒന്നാണ്, ഇമേജ് റൈറ്റ് മാത്രമാണ് അതിലുള്ളത് എന്നൊക്കെയുള്ള പ്രശ്നം അന്ന് തന്നെ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നവരെ ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നവരെ താൻ അൽ ഇത്തിഹാദിനായിട്ട് കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്വാഡിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് കരീം ബെൻസിമ. അപ്പോൾ ഒരു പ്രശ്ന സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് സൗദി ഡീൽ മേക്കേഴ്സ് കടക്കുന്നു എന്നാണ് ഇപ്പോൾ ലേക്കിപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലേക്കിപ്പിൻ്റെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് കരീം ബെൻസിമ ഒരു പക്ഷേ അൽ ഹിലാലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എ ജോയിൻറ്റ് സൊല്യൂഷൻ ഈസ് ബീയിങ് സോട്ട് ഇൻ ദീസ് ഫൈനൽ അവേഴ്സ് ഓഫ് വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അൽ ഹിലാലാണ്. സിമോൺ ഇൻസാഗിയുടെ ടീമിന് കരീം ബെൻസിമയിൽ വലിയ താല്പര്യമുണ്ട്. അവരത് ഓൾറെഡി അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 38-കാരനായിട്ടുള്ള സ്ട്രൈക്കർ അവർക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. ചില സോഴ്സസ് ഈ വിഷയത്തിൽ പറയുന്നത് ഡീല് അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് എന്നാണ് എന്നുകൂടി ഇപ്പോൾ ലേക്കിപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം അൽ ഹിലാൽ സൈമൾട്ടേനിയസ്ലി ഇപ്പോൾ സൈമൺ ബൗബ്രയുമായിട്ട് നെഗോസിയേഷൻ നടത്തുന്നുണ്ട്. എസ് മൊണോക്കോയിൽ നിന്ന് നേരത്തെ നിയോമിലേക്ക് ലാസ്റ്റ് സമ്മറിൽ ട്രാൻസ്ഫർ ആയിട്ടുള്ള ആളാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ 2 ഫ്രഞ്ച് താരങ്ങൾ റിയാദ് ക്ലബ്ബിൽ, അതായത് അൽ ഹിലാലിൽ എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് ലേക്കിപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ യുവൻറ്റസിന് താരത്തിൽ താല്പര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവർ താരത്തിൻ്റെ സിറ്റുവേഷൻ എൻക്വയറി ചെയ്തിരുന്നു എന്ന റിപ്പോർട്ട് കൂടി ഇപ്പോൾ യൂറോപ്യൻ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അതേസമയം കരീം ബെൻസിമയുടെ പ്രയോറിറ്റി ഇപ്പോൾ യൂറോപ്പിലേക്ക് മടങ്ങുകയല്ല, മറിച്ച് അദ്ദേഹത്തിന് സൗദിയിൽ തന്നെ തുടരാനാണ് താല്പര്യമെന്നുകൂടി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ബെൻ ജേക്കബ്സ് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. സൗദി ഒഫീഷ്യൽസ് കരീം ബെൻസിമയുടെ അൽ ഇത്തിഹാദിൽ നിന്ന് അൽ ഹിലാലിലേക്കുള്ള മൂവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഗ്യാരണ്ടി ഇപ്പം നൽകാൻ പറ്റില്ല. തീർച്ചയായിട്ടും അൽ ഇത്തിഹാദുമായിട്ട് ചില ഇഷ്യൂസ് ഉണ്ട്. എന്നാൽ 2026 അപ്പുറത്തേക്ക് സൗദി ലീഗിൽ ബെൻസിമയെ നിലനിർത്താനാണ് സൗദി ഡീൽ മേക്കേഴ്സ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അൽ ഹിലാലിലേക്ക് ചേക്കേറാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ബെൻ ജേക്കബ്സും റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.